2023 ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷനുകൾ 2023 ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷൻ ആ കുടിശ്ശിക ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷനാണ്. ആ പെൻഷൻ കിട്ടിയപ്പോഴാണ് 2024 ഏപ്രിലിന്റെ പ്രത്യേകത എന്താണ്? 2023 ഒക്ടോബറിലെ പെൻഷൻ 2024 ഏപ്രിൽ കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് എന്റെ ചോദ്യം. അപ്പോ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്, വോട്ട് ചെയ്യാൻ വേണ്ടി പോവാൻ. അവർക്ക് അവകാശപ്പെട്ട പെൻഷൻ 2023 ഒക്ടോബറിലേക്ക് കൊടുക്കേണ്ട പെൻഷൻ അത് കൊടുക്കാതെ പിടിച്ച് വെച്ച് ലോക്സഭാ ഇലക്ഷനിൽ ഇത് കൊടുക്കുക. ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രം വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങൾ? അവരത് അങ്ങനെ വിഡ്ഢികളാണോ? അതുകൊണ്ടാണല്ലോ ഒരു സീറ്റിൽ നിർത്തിയത് നിങ്ങളെ, അതും കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയത്. പക്ഷെ നിങ്ങളുടെ നിലപാടിനെയാണ് ഞാൻ വിമർശിച്ചത്, നിങ്ങളുടെ മനോഭാവത്തെയാണ് വിമർശിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, തൊഴിലാളി വർഗ പാർട്ടിയല്ലേ, അടിസ്ഥാനപരമായി തൊഴിലാളിക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയല്ലേ? നിങ്ങളുടെ മുൻഗണനകൾ എന്താണ്? മുഖ്യമന്ത്രിയുടെ വീട് മോടി കൂട്ടാൻ, മന്ത്രിമാരുടെ വീട് കോടി കൂട്ടാൻ അതിന് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല. PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാൻ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല. ആർഭാടങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യങ്ങൾ നൽകാൻ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല. സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകുന്നത്, പെൻഷൻ കുടിശ്ശികയാകുന്നത് പാവപ്പെട്ട കർഷക തൊഴിലാളിയും ചുമട്ട് തൊഴിലാളിയും കെട്ടിട നിർമ്മാണ തൊഴിലാളിയും ഒക്കെ പെൻഷൻ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക പ്രതിസന്ധി. ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇത് ഔദാര്യമല്ല, ഇത് അവകാശമാണ്, തൊഴിലാളികളുടെ അവകാശമാണ്. പിന്നെ ഇത് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുവന്ന ആരാ? കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുവന്ന ആരാ? മഹാനായ ആർ ശങ്കർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ആർ ശങ്കർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന പെൻഷൻ സമ്പ്രദായം തന്നെ ആരംഭിച്ചത്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ സാർവത്രികമാക്കാൻ ശ്രമം നടത്തി കൂട്ടിക്കൊണ്ടേയിരുന്നു. എന്തിനേറെ പറയുന്നു, ഉദ്ഘോഷിക്കപ്പെടുന്ന കർഷക തൊഴിലാളി പെൻഷൻ എന്ന് പറയുന്നല്ലോ. അക്കാലത്ത് ആരായിരുന്നു തൊഴിൽ മന്ത്രി? ജോണ്. ഈ നിലമ്പൂരിന്റെ MLA ആയിരുന്നു, ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹമാണ് മുന്നിലേക്ക് എടുത്തത്. അപ്പൊ നിങ്ങളോട് പറയുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ്? നിങ്ങളുടെ പ്രയോറിറ്റി അടിസ്ഥാനപരമായിട്ടുള്ള ഈ തൊഴിലാളി വർഗം, നിങ്ങളെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന ഈ തൊഴിലാളി വർഗം, ആ തൊഴിലാളി വർഗത്തിനെ കുറിച്ച് നിങ്ങളുടെ പരിഗണന ഇപ്പൊ എന്താണ് എന്നുള്ള ചോദ്യമാണ് കേരളത്തിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച. അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ മുന്നോട്ട് വെച്ചത്. ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് വോട്ടെടുപ്പ് കാലത്ത് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു മാർഗമല്ല. അവർ നിങ്ങളെ പറ്റിപ്പിൽ കുടുങ്ങില്ല. പക്ഷെ എങ്കിൽ പോലും അതിനുള്ള രീതിയിലല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയല്ല UDF വന്നാൽ, ഇങ്ങനെയല്ല. ഞങ്ങളുടെ മുൻഗണന, ഞങ്ങളുടെ പരിഗണന കൃത്യമായിട്ടും ഈ അസംഘടിതമായിട്ടും സംഘടിതമായിരിക്കുന്ന ഈ തൊഴിലാളിയടക്കമുള്ള ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ കഷ്ടപ്പെടുന്ന പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യം ഞങ്ങൾ അടിവരിട്ട് പറയുകയാണ്. അതിനുള്ള മാതൃകയാണ് ഉമ്മൻചാണ്ടി കാണിച്ചത്. നിങ്ങൾക്കറിയില്ലേ, കാരുണ്യ സ്കീം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് പറഞ്ഞ പോലെ ആ സ്കീം ഇപ്പൊ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അടൂർ പ്രകാശ് ആയിരുന്നല്ലോ ആരോഗ്യമന്ത്രി. ഇല്ല, അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ആ അഭിമാനത്തോടെ പറയാറുണ്ട്, കേരളത്തിലെ ഓരോ കുടുംബത്തിലുള്ളവർക്ക്, എന്റെ വീട്ടിലെ ഒരാൾക്ക് മഹാമാരി വന്നുപോയാൽ അതിനെനിക്ക് രക്ഷപ്പെടാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ചിന്ത അന്ന് കാരുണ്യ പദ്ധതിയിലൂടെ നമ്മൾ കൊടുത്തിരുന്നു. ആർക്കും പോകാം, ഒരു പെറ്റീഷനുമായിട്ട് പോകാം, ഓപ്പറേഷൻ വേണമെന്ന് പറയാം, അത് എഴുതി കൊടുക്കും. MLA-മാരൊക്കെ ഇവിടെ ഇരിക്കുന്നല്ലോ. നിങ്ങൾ ഇപ്പൊ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പൈസ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്ത് ഇതുപോലെ ഒരു പൈസയും പാസ്സാക്കിയിട്ടില്ല കേട്ടോ പാവപ്പെട്ടവർക്ക് വേണ്ടി. അത് റൂട്ട് വേറെയാണ്, ഇപ്പോഴത്തെ റൂട്ട്, ദുരിതാശ്വാസ റൂട്ട്. അത് ലോക്കൽ സഖാവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലേ കിട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി അങ്ങനെയല്ലായിരുന്നല്ലോ. ആരും പോയി അപേക്ഷ കൊടുത്താലും അപ്പൊ. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ വീട്ടിലൊരു മഹാമാരി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ എനിക്ക് പേടിക്കണ്ട, രക്ഷിക്കാൻ ഒരു ഗവൺമെന്റിനോടുള്ള ചിന്ത അന്നുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ കാരുണ്യമായി കേൾവിക്കുറവുള്ളവർക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റ്മെന്റ്സ്
MP എന്ന നിലയിൽ എന്റെ മുന്നിലേക്ക് തന്നെ 6-7 അപേക്ഷകൾ വന്ന് നമ്മൾ സഹായിക്കേണ്ടി വന്നു. എത്ര കാരുണ്യമുള്ള പദ്ധതിയാണ് അതൊക്കെ. പാവപ്പെട്ട ഒരു കൊച്ചു കുട്ടിക്ക് കേൾവിക്കുറവുണ്ടായാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിന്റെ സ്കീമിനെ നിങ്ങൾ ഇങ്ങനെ കൊല്ലാൻ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കരുണയാണുള്ളത്? സർക്കാർ എന്ത് കരുണയാണ് നിങ്ങൾക്കുള്ളത്? അങ്ങനെ പാവപ്പെട്ടവരായ ആളുകളെല്ലാം അതെല്ലാം പാവപ്പെട്ടവരാണ് ചോദിക്കുന്നത്, അവർ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഞാൻ അന്വേഷിച്ചപ്പോ 16-17 മാസമായിട്ട് കുടിശ്ശികയാണ്. 17 പിണറായി വിജയന്റെ തലയിൽ തുറക്കാനുള്ള തൊപ്പിയാണ്. 17 മാസക്കാലായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, അത് കുടിശ്ശികയാണെന്ന് നിങ്ങൾക്ക് വെക്കാൻ തലയിൽ തൂവലായിട്ട്. ഞാൻ ഡിസ്പ്യൂട്ടിലില്ല. എന്തായാലും മിനിമം 16, അതിൽ കൂടുതൽ എത്രയായോ? അത് നമ്മളെ കുറ്റം പറഞ്ഞതാണ് ഇതൊക്കെ ആ കാലത്ത്. അത് മാറ്റാൻ വേണ്ടിയിട്ടെല്ലാം കൃത്യമായി ഉണ്ടാവുമെന്ന് പറഞ്ഞവരാണ്. മനസ്സിലാക്കേണ്ട കാര്യം, തയ്യൽ തൊഴിലാളി സ്ത്രീകൾ, പാവപ്പെട്ട തയ്യൽ തൊഴിലിനൊക്കെ നിൽക്കുന്ന സഹോദരിമാർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട് അവർക്ക് കുറെ കാലം ജോലി ചെയ്താൽ സ്വാഭാവികമായിട്ടും രോഗികളായി പോകും. അത്തരപ്പെടുന്ന തയ്യൽ തൊഴിലാളി പെൻഷൻ അതിനെത്ര കുടിശ്ശിക? ആ കുടിശ്ശിക അവരുടെ പ്രസവ സഹായം പോലും 5 വർഷമായിട്ട് കുടിശ്ശികയെന്നാണ് പറയുന്നത് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വിധവകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ 5 മാസമായിട്ട് കുടിശ്ശികയാണ്. അപ്പൊ കേരള സർക്കാർ, ഞാൻ ദീർഘമായി പറയാം, കേരള സർക്കാർ ഈ നക്കാപ്പിച്ചയായിട്ട് കൊടുക്കേണ്ട നിങ്ങളുടെ ഔദാര്യമല്ല ഈ പെൻഷനുകൾ എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ UDF ആഗ്രഹിക്കുന്നു. അത് കൃത്യമായിട്ടും സമയാസമയങ്ങളിൽ കൊടുക്കാനുള്ള ബാധ്യതകൾക്കുണ്ട്. നിങ്ങളത് തയ്യാറായിട്ടില്ല. അതിനെ ഞങ്ങൾ വിമർശിക്കും, ചോദ്യം ചെയ്യും. ഇത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഉയർത്തുന്നത്. അതിന് ഞങ്ങൾ അപമാനിച്ചാലും കോലം കത്തിച്ചാലും ഒക്കെ തന്നെ അത് നേരിടാൻ സുഖമായിട്ട് പറ്റും. എന്തായാലും സ്വർണ്ണക്കടത്തിന്റെ പേരിലല്ലല്ലോ കോലം കത്തിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലായിട്ട് ഉണ്ട് എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പിന്നെ ഈ പെൻഷൻ കുടിശ്ശിക സമയാസമയങ്ങളിൽ കൊടുക്കാനുള്ള ഒരു സമ്പ്രദായത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. UDF വന്നാൽ കൃത്യമായിട്ടും നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം മറന്നുപോകണ്ട. 2021 UDF LDF പ്രകടന പത്രിക നിങ്ങളൊന്ന് എടുത്തു നോക്കണം. 2021 പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനുകൾ 2500 രൂപയാക്കും എന്നതാണ് 2021 പറഞ്ഞത്. ഇതാ പോകാൻ പോവാണ്. ഇനിയിപ്പോ 4-5 മാസം കഴിഞ്ഞാൽ ഇത് പോവും. സർക്കാർ 6-7 മാസം 2500 രൂപ ആർക്കാ കൊടുക്കുന്നത്? ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് കൊടുത്ത വാഗ്ദാനം ഞാൻ നേരത്തെ പറഞ്ഞു. ആരായി പെൻഷൻ വാങ്ങിക്കുന്നവരെ ഒന്ന് നോക്കി. വിധവകള്, വാർദ്ധക്യകാലത്ത് അവരുടെ സഹായം വേണ്ടവര്, ശാരീരിക പരിമിതികളുള്ളവര്, കർഷക തൊഴിലാളി, കയർ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, നിർമ്മാണ തൊഴിലാളികള്, ഈ പാവപ്പെട്ടവരായ അവർക്ക് കൊടുത്ത വാഗ്ദാനം എവിടെ പോയി ആ വാക്ക്? അത് പാഴാക്കാൻ എന്താണ് കാരണം? മുഖ്യമന്ത്രി ഇനിയെങ്കിലും മറുപടി പറയണം. ഈ 2500 രൂപ ഇങ്ങനെ മോഹിപ്പിച്ച് നിർത്താൻ വേണ്ടി വെച്ച ഒരു കാര്യമായിരുന്നു നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യം 4 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ഇഞ്ച് നീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെൻഷനോടുള്ള ആഭിമുഖ്യം എത്രയാണ് എന്ന് വ്യക്തമായിട്ടും മനസ്സിലാകുന്നതാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോടും വോട്ടർമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു കാര്യത്തിനെതിരായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള അവസരമാണ് നിലമ്പൂരിൽ കിട്ടിയിരിക്കുന്നത്. ഈ സർക്കാർ പാവപ്പെട്ടവന്റെ സർക്കാരല്ല. ഈ സർക്കാർ പാവപ്പെട്ടവന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്ന സർക്കാരല്ല. ഈ സർക്കാർ അദാനിക്ക് മുമ്പിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സമീപകാല സംഭവങ്ങളൊക്കെ അത് വെളിയും. പാവപ്പെട്ടവന്റെ മുമ്പിൽ അവന്റെ വേദന കേൾക്കുന്ന സർക്കാരല്ല. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് നിലമ്പൂരിൽ ആകെ അലയിടിക്കുന്നത്. അത് തൊഴിലാളികൾക്കുണ്ട്, കർഷകനുണ്ട്, കൃഷിക്കാരന്റെ ഒക്കെ സ്ഥിതി പറയണ്ടല്ലോ. ഞാൻ അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല.